അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. റിജാൽ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 മാസത്തെ നൂഡിൽസ് റെഡി. ഞങ്ങളുടെ ഇളയ പുത്രൻ. എല്ലാവർക്കും KRR ട്രാവൽ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് കാണാൻ പോകുന്നത് നമ്മൾ അബഹയിൽ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അതെ, ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും റിജാൽ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏതൊരു സ്ഥലത്തോട്ട് പോകാനും ഒരു 15 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളായിരുന്നു. അത്രയും നല്ലൊരു സ്ഥലത്തായിരുന്നു ആ ഒരു ഹോട്ടൽ ഇരുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഹോട്ടൽ. ഭയങ്കര സെറ്റപ്പാണ്, അന്യായ സെറ്റപ്പുള്ള ലിഫ്റ്റ്. പണ്ടത്തെ ലിഫ്റ്റാണ്. ഈ ഹോട്ടൽ റിനോവേറ്റ് ചെയ്തെടുത്തത് പഴയ ഹോട്ടലെങ്ങാണ്ട്. അടിപൊളി റൂമാണ്, ഭയങ്കര സൂപ്പർ റൂമാണ്. ഇതാണ് നമ്മൾ ഇന്ന് ഒരു 2-3 ദിവസത്തേക്ക് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമാണിത്. അത് ഹാളായിരുന്നു. ഇത് കിച്ചൺ, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, മൈക്രോവേവ് ഉണ്ട്. നമ്മുടെ റൂമിന്റെ കിച്ചണാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മള് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്നാണ് സൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ വെളിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ജനലിൽ നിന്ന് വെളിയിലോട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഗ്യാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാന്ന് കരുതി, നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, പാത്രമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള കിച്ചണാണ്. മൈക്രോവേവുണ്ട്, കബോർഡുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സെറ്റപ്പാണ്. പ്ലേറ്റും ഒക്കെ ഫുൾ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന അടിപൊളിയാണ്. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇഷ്ടമുള്ളൂ, എല്ലാവരും ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ പിന്നെ വെറുതെ ഒന്ന് പിന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. തുണിയൊക്കെ അലക്കണമെങ്കിൽ തുണിയൊക്കെ അലക്കാം. വെറുതെ വെളിയിലോട്ട് പോകുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ടുള്ള നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ നിർത്തി. ഫ്രിഡ്ജിൽ കാണാം, ഫ്രിഡ്ജിൽ കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ചായ വയ്ക്കും. ഇത് ഇവരുടെ ട്രഡീഷണൽ ഫ്ലാസ്ക് എന്നാണോ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു അടിപൊളിയാണ്. ഈ കിച്ചണിന്റെ ലൈറ്റും ഒക്കെ ഇവിടുത്തെ ആ ഒരു കളർ, ടൈൽസിന്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പള്ളിയാണോ? പള്ളിയാണോ? വെളിയിലത്തെ കാഴ്ചകളൊക്കെയാണ്.
ഞങ്ങൾ കുക്കിങ്ങിലാണ്. പുതിയ സ്ഥലത്ത് പെട്ടെന്ന് ഹോട്ടലൊക്കെ പോയി പരീക്ഷിച്ച് അതെ, ഇങ്ങോട്ട് നീങ്ങണം. അപ്പൊ നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്നേക്കല്ലേ, കുറെ നാളായി. ഞങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു 7 മാസത്തിന് ശേഷമാണ് ഒരു ലോങ് ട്രിപ്പ് എടുത്തേക്കുന്നത്. അപ്പം വെളിയിലത്തെ ഫുഡ് ഞങ്ങൾ നോയമ്പായിരുന്നോണ്ട് വെളിയിലത്തെ ഫുഡ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് സുഖം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ പിന്നെ രാവിലെ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും വെളിയിലൊക്കെ കഴിക്കാം. ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ നൂഡിൽസ് ഇവന്മാർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് നൂഡിൽസ്, ചേട്ടനും ഇഷ്ടം, എനിക്ക് എല്ലാവർക്കും നൂഡിൽസ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ കരുതി നൂഡിൽസ് കഴിക്കാൻ രാവിലെ ചായ ഒക്കെ കുടിച്ച് നൂഡിൽസ്. രാവിലെ കട കാണത്തില്ലെന്ന് റംസാനായതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോയി നമ്മൾ റിസ്ക് എടുക്കണ്ട. അപ്പൊ ഞങ്ങൾ കരുതി നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങൾ നൂഡിൽസ് ആയിക്കൊണ്ടിരിക്കുന്നതായി 4 പ്ലേറ്റ് എഴുതട്ടെ. ചൂടോടുള്ള ഞങ്ങളുടെ നൂഡിൽസ് റെഡി. നൂഡിൽസ് റെഡി. ചെവി കേൾക്കത്തില്ല. ഈ ടിവിക്കകത്ത് സൗണ്ട് ഇല്ല, അതുകൊണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്താൽ TV കാണുന്നത്. അത് ഭയങ്കരമായി പോയല്ലോ. ടിവിക്ക് സൗണ്ട് ഇല്ലാത്ത ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് TV കാണുന്ന ഞങ്ങളുടെ ഇളയ പുത്രൻ. കറക്റ്റ് 10 മണി. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാം. 10 മണിയായി. നമ്മൾ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങളുടെ ഈ റൂം ഇരിക്കുന്നത് ഭയങ്കര അടിപൊളി ഒരു സ്ഥലത്താണ്. എന്താ അടിപൊളി ലൊക്കേഷനാണ്. നമ്മൾ ആ കിച്ചൺ കാണിച്ച സമയത്ത് ഒരു പള്ളി കാണിച്ചില്ല, കണ്ട അതാണ്. ഇതാണ് ഈ ഹോട്ടല്. ഈ ഹോട്ടലിൻ്റെ പേര് അൽ അരീൻ പാർക്ക് സർവീസ്ഡ് അപ്പാർട്ട്മെൻ്റ് എന്നാണ്. ഇവിടെ ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് എല്ലാവരും വെളിയിലൊക്കെ ഇറങ്ങാനുള്ള, ചിലപ്പം രാവിലെയൊക്കെ തിരക്ക് കുറവായിരിക്കും, വൈകിട്ടായിരിക്കും തിരക്ക് കൂടുതൽ വരുന്നത്. ഞങ്ങളെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഹൈ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് കാണാൻ വേണ്ടി പോവാം. ഇപ്പോൾ രാവിലെ പർദ്ദയൊക്കെ എടുത്തിട്ട് അടിപൊളി സ്ഥലം കേട്ടോ. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റ്, ഭയങ്കര തണുപ്പാണ്. ഫ്രിഡ്ജിലൊക്കെ ചൂടാണ്, ഇവിടെ നല്ല തണുപ്പാണ്. അയ്യോ, രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. മുറിക്കകത്ത് ഹീറ്ററൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇരുന്ന്. അടിപൊളി സ്ഥലം.